ചില പേരുകൾ വെറും പേരുകൾ മാത്രമല്ല, മറിച്ച് അവ ഒരു വികാരമാണ്, ഒരു ആഘോഷമാണ്. മലയാള സിനിമയുടെ ചരിത്രമെഴുതുമ്പോൾ ഒരു പേര് സ്വർണാക്ഷരങ്ങളിൽ എന്നുമുണ്ടാകും: മോഹൻലാൽ. പ്രായഭേദമന്യേ 6ഉം 60ഉം ആ പ്രതിഭയെ വിളിക്കുന്നത് ലാലേട്ടൻ എന്നാണ്. മലയാളത്തിന്റെ നടന വിസ്മയത്തിന് ഇന്ന് പിറന്നാൾ. സ്ക്രീനിൽ അദ്ദേഹം എത്തുമ്പോൾ അത് വെറുമൊരു സിനിമയല്ല, ആരാധകരുടെ ഉത്സവമായി മാറുന്നു. കണ്ണ് നനയിപ്പിക്കാനും ഒരൊറ്റ ഡയലോഗിൽ തിയേറ്റർ കുലുക്കാനും ഒരു ചിരിയിലൂടെ ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കാനും കഴിയുന്ന അത്ഭുത പ്രതിഭ. തലമുറകൾ മാറി, കാഴ്ചപ്പാടുകൾ മാറി, സിനിമകളുടെ ഭാവവും മാറി. പക്ഷേ ലാലേട്ടനോടുള്ള ആരാധകരുടെ സ്നേഹം ഒരിക്കലും മാറിയില്ല. 4 പതിറ്റാണ്ടായി അങ്ങനെ ഒരാൾക്കായി ആർത്തു വിളിക്കുകയാണ് ആരാധകർ. 1980-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ പ്രതിനായകനായി സിനിമയിലേക്ക് കടന്നുവന്ന ആ യുവാവ് പിന്നീട് ഇന്ത്യൻ സിനിമയുടെ കംപ്ലീറ്റ് ആക്ടറായി മാറി. കിരീടത്തിലെ സേതുമാധവനും ഭരതത്തിലെ ഗോപിനാഥനും തന്മാത്രയിലെ രമേശൻ നായരും മലയാളികൾക്ക് അഭിനയത്തിന്റെ പാഠപുസ്തകങ്ങളായി മാറി. നാടോടിക്കാറ്റിലെ ദാസൻ, കിലുക്കത്തിലെ ജോജി, ചിത്രത്തിലെ വിഷ്ണു, ചിരിയുടെയും വേദനകളുടെയും മറക്കാനാവാത്ത മുഖങ്ങൾ, അങ്ങനെ എത്രയെത്രയോ അനശ്വരമായ കഥാപാത്രങ്ങൾ. വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെ അതിന്റെ പൂർണ്ണതയോടെ അവതരിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അദ്ദേഹം പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും അത്രത്തോളം സ്വീകാര്യനായിരിക്കുന്നത്. അഭിനയത്തിനു പുറമെ ഗായകനായും സംവിധായകനായും നിർമ്മാതാവായും മികച്ച സാമൂഹിക പ്രവർത്തകനായും അദ്ദേഹം എന്നും മാതൃകയാണ്. പുരസ്കാരങ്ങൾ കലാകാരന്മാർക്ക് ഒരുപാട് ലഭിക്കാറുണ്ട്. പക്ഷെ ചില കലാകാരന്മാർ എത്തിപ്പെടുന്നത് പുരസ്കാരങ്ങൾക്കപ്പുറമുള്ള ഉയരങ്ങളിലേക്കാണ്. അഭിനയം കൊണ്ട് തലമുറകളെ വിസ്മയിപ്പിച്ച ആ മഹാനടന് മുന്നിൽ ബഹുമതികളും ആദരങ്ങളും തലകുനിച്ചു. ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും പത്മശ്രീയും പത്മഭൂഷണുമെല്ലാം സ്വന്തമാക്കിയ അദ്ദേഹം ഒടുവിൽ ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡും കരസ്ഥമാക്കി. കാലമെത്ര കഴിഞ്ഞിട്ടും തലമുറകൾ മാറിയിട്ടും അതേ സ്നേഹത്തോടെയും ആദരവോടെയും പ്രേക്ഷകർ സ്വീകരിക്കുന്ന അപൂർവ കലാകാരന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ഓരോ ജന്മദിനവും ഒരു താരത്തിന്റെ ആഘോഷം മാത്രമല്ല, മലയാള സിനിമയോടുള്ള പ്രേക്ഷകരുടെ ആത്മബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.